അയ്യോ വണക്കം. അങ്ങനെ നമ്മുടെ തളപതി വിജയ് തമിഴ്നാട്ടിൽ വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ സൃഷ്ടിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നാണ് നമ്മുടെ കേരള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവം സത്യമാണ്, എനിക്കിഷ്ടപ്പെട്ടു. കാരണം വിജയ് ആദ്യം അധികാരത്തിൽ കയറിയ ശേഷം ഹീസ് ജസ്റ്റ് ബ്രേക്കിംഗ് ഓൾ ദ കൺവെൻഷണൽ ടേംസ് ഓഫ് പൊളിറ്റിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി ഇതുവരെ അവന്മാർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞില്ല ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത്. രാവിലെ ഒരെണ്ണം, ഉച്ചയ്ക്ക് ഒരെണ്ണം, രാത്രി ഒരെണ്ണം, ഇങ്ങനെയാണ് ഞാൻ നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നണത്. അങ്ങനെ വല്ലതും ആക്കിയെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. രാത്രിയുള്ള മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ വന്നോട്ടെ കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം, അങ്ങനെയൊക്കെ ആക്കിയില്ലെങ്കിൽ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നേനെ. എന്തായാലും നമ്മുടെ ഇവിടെ മുഖ്യമന്ത്രിയായി വരുന്ന ഒരാൾ, അതാരും ആയിക്കൊള്ളട്ടെ, അങ്ങനെ മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ അയാൾ നമ്മുടെ പിണറായി വിജയനെ പോയി കാണുന്നു. പിണറായി വിജയനെ പോയി കണ്ടിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, നമുക്ക് ഒരുമിച്ച് കേരളത്തിൻ്റെ വികസനത്തിനായി മുന്നേറാം എന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ അണികൾ കിടന്ന് അടികൾ കൂടി തുടങ്ങും. പിണറായി വിജയൻ്റെ അടുത്ത് നമ്മുടെ കേരളത്തിലെ UDF നിയുക്ത മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ കണ്ട സഖാവിൻ്റെ അടുത്ത് വന്നത് കണ്ട എന്നിവർ പറഞ്ഞു തുടങ്ങും. അപ്പുറത്തവർ എന്തിനവൻ്റെ അടുത്തൊക്കെ പോണത് എന്ന് പറഞ്ഞ് അപ്പുറത്തവരും തുടങ്ങും. പക്ഷേ തമിഴ്നാട്ടിൽ വിജയ് BJP ഒഴിച്ച് എല്ലാ ആൾക്കാരെയും, സ്റ്റാലിനെ പോയി കണ്ടു, കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് തിരിച്ചു വന്നു. പിന്നെ ഉദയനിധി സ്റ്റാലിനെ കണ്ടു. പിന്നെ സീമാൻ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയനുണ്ട് അവിടെ. ഇവനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. തമിഴന്മാർക്ക് ഇവൻ മഹാശല്യമാണെങ്കിലും ഇവനെ അവിടെ വച്ച് പൊറപ്പിക്കുന്നുണ്ട്. ആ സീമാനെ വരെ വിജയ് പോയി കണ്ടു എന്നുള്ളതാണ്. കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നു. വിജയ് നിയമസഭയിൽ വന്നിരിക്കുന്ന ആ ദൃശ്യം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ മറ്റേ വേട്ടാവളിയനുണ്ടല്ലോ ഉദയനിധി സ്റ്റാലിൻ, ഇവ എത്ര കൊണ്ടാലും പഠിക്കൂല എന്നുള്ള രീതിയിൽ സനാതനധർമ്മത്തെ ഒഴിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും എത്തിയിട്ടുണ്ട്. അങ്ങനെ സനാതനധർമ്മത്തെ ഒഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നീ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. ഇനി അവിടെ ഇരിക്കാൻ പോലും തമിഴ്നാട്ടിലെ ജനങ്ങൾ നിന്നെ ജയിപ്പിക്കൂ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനത്തെ ഒരു കാര്യം വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ AIDMK പിളർന്നു. അത് പിളർപ്പിൻ്റെ വക്കിലാണ് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പകുതി MLA മാർ വിജയുടെ കൂടെ പോകും. ഞാൻ ആദ്യം തന്നെ സ്റ്റോറി ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഇത് ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് BJPക്കാണ്. കാരണം പകുതി പേരെയും കൊണ്ട് അണ്ണാമല അങ്ങ് പോകും. അത് വേറെ കാര്യം. AIDMKയിലെ കാരണം ഇപ്പോൾ അമ്മയില്ലല്ലോ. അമ്മ ഇല്ലാത്ത ഇടത്ത് അപ്പുറം ഇപ്പുറവും കിടന്ന് നീയൊക്കെ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് അണ്ണാമല അങ്ങോട്ട് വലിക്കും, വിജയ് ഇങ്ങോട്ട് വലിക്കും, കവട്ടം കിളിഞ്ഞ് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമെന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ BJP അവിടെ ശക്തിപ്പെടും എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ BJPക്ക് അവിടെ വലിയ ഹേറ്റ്രഡ് ആണ് എന്നൊന്നുമില്ല. കാരണം NDA സഖ്യമായിരുന്ന AIDMKക്കാണ് 51 സീറ്റുകൾ അവിടെ ലഭിച്ചിരിക്കുന്നത്. 51 സീറ്റുകൾ BJPയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന AIDMKക്ക് അവിടെ ലഭിക്കണമെങ്കിൽ 51 സീറ്റുകളിലെ ആൾക്കാർക്ക് NDAക്ക് കുത്താൻ മടിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അണ്ണാമലയെ അങ്ങ് US അമേരിക്കയിലാണ്. അവിടെ ശശി തരൂരിനെ ഇരുത്തി അവിച്ചു വിടുന്ന കാഴ്ചയാണ് ഞാൻ എനിക്ക് കണ്ടത്. ആ വിഷ്വലൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ശശി തരൂർ ഊക്കുമേടിക്കും ചിരിക്കും. ഇതാണ് ശശി തരൂർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ വിജയ് ഇവിടെ വലിയ സ്ക്വാഡൊക്കെ രൂപീകരിച്ചു. പെൺകൾക്ക് വേണ്ടി, തങ്കച്ചികൾക്ക് വേണ്ടി സ്ക്വാഡൊക്കെ രൂപീകരിച്ചു. നല്ല കാര്യമാണ്. മദ്യശാലകൾ വിജയ് അടച്ചുപൂട്ടി. 717 മദ്യശാലകളാണ് അടച്ചുപൂട്ടിയത്. ഇതിന് ലൈസൻസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഞാൻ പോയിട്ടുള്ളതാണ്, നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്യൻ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, സമാനമായിട്ടുള്ള അവസ്ഥയാണ്. അതായത് എവിടെ ഇരുന്ന് വേണോ മദ്യപിക്കാതെ. ഞാൻ തമിഴ്നാട്ടിൽ ഈ കമ്പം തേനി ഇവിടെയൊക്കെ ഒരിക്കുക ചുമ്മാ ഒരു ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് തേനിയിലെത്തിയിട്ട് അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുക്കാനായിട്ട് കയറി. ഈ ഹോട്ടലിൽ റൂം എടുക്കാനായിട്ട് കയറുമ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. 100,000 ചോദ്യങ്ങളാണ്. എവിടെ നിന്ന് വരുന്നു, എന്തിന് വരുന്നു, എന്താണ് ഒരു മോട്ടിവേഷൻ ഇങ്ങോട്ടേക്ക് വരാനുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു ആരാണിവൻ, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെയാണ് ഇവന്മാർ ചോദിക്കുന്നത്. ജയ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും അവസാനം മുറി കിട്ടിയിട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ. ഈ തേനിയിലൊക്കെ ഈ മട്ടൺ കറി ദോശ എന്ന് പറഞ്ഞ ദോശയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് മേടിക്കാനായിട്ട് അല്ലെങ്കിൽ അത് കഴിക്കാനായിട്ട് പുറത്തിറങ്ങിയപ്പോൾ ലിറ്ററലി നമ്മൾ കാണുന്ന കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ കുപ്പിയായിട്ട് വരും. എന്നിട്ടൊരു പോസ്റ്റിൻ്റെ താഴെ അവിടെ ഇരിക്കും. ആ പോസ്റ്റിൻ്റെ താഴെ ഇങ്ങനെ പൊട്ടിച്ചടിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ബസ് സ്റ്റോപ്പിലൊക്കെ ഇരുന്ന് കള്ളുപിടിക്കുന്നത്. അങ്ങനെ പൊട്ടിച്ചടി തുടങ്ങുകയാണ്. പോലീസുകാർ അതവിടെ പിടിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും പോലീസ് ഇപ്പോൾ തൂക്കുമെന്നല്ല, യവന്മാരുടെ കയ്യിൽ നിന്ന് 2 പെഗ് കിട്ടുമെന്നറിയാനാണ് പോലീസുകാർ നടക്കുന്നത്. അന്നേ എനിക്ക് തോന്നി തമിഴ്നാട് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അഴിച്ചുപണി ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നി. അതെന്തായാലും വിജയ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ലൊരു കാര്യമാണ് ഇത്, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ വിജയ് ഇപ്പോൾ ജോത്സ്യനെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജോത്സ്യനെ നമുക്കറിയാം. തമിഴ്നാട്ടിൽ വിജയ് വന്നപ്പോൾ തന്നെ വിജയ് കയ്യിൽ ചരട് കെട്ടുന്നുണ്ട്,
കുറിയിടുന്നുണ്ട്, ഇതൊന്നും നമുക്കത്ര പിടിക്കുന്നില്ല കേട്ടോ എന്നിവിടെയുള്ള സുഡാപ്പികൾ പറയുന്നുണ്ട്. അതൊക്കെ വേറെ കാര്യം, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ വിജയ് പോരാത്തതിന് വന്ദേമാതരം ആലപിച്ചു. എന്നിട്ട് വിജയ് പറഞ്ഞു, ഇല്ല ഇനി ഇത് ആവർത്തിക്കില്ല, സോറി നൻപ എന്ന് വിജയ് പറയുന്നു. എന്തായാലും ആലപിച്ചല്ലോ, ഇന്ന് സോറി നൻപ എന്ന് പറയുന്നു. അതിനുശേഷം വിജയ് ഇപ്പോൾ ജോത്സ്യനെ നിയമിക്കുകയാണ്. അതായത് സർക്കാർ നിയമനമാണ് ജോത്സ്യന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. സർക്കാർ നിയമനമാണ് ജോത്സ്യന് കൊടുത്തിരിക്കുന്നത്. ഈ വിജയ് വന്നപ്പോൾ ഇവിടെയുള്ള എല്ലാ വാണേഷുകളും പറഞ്ഞൊരു കാര്യമുണ്ട്, വിജയുടെ പിറകിൽ നിൽക്കുന്ന ആളെ കണ്ടാടാ, തന്തൈ പെരിയോർ, ഇയാൾ എത്തീസ്റ്റാണ്, ഇയാൾ സനാതന ധർമ്മത്തെ ഒഴിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് യവന്മാർ വലിയ രീതിയിൽ പ്രചരണം നടത്തിയത്. ഈ തന്തൈ പെരിയോർ എന്ന് പറയുന്ന വേട്ടാവളിയുണ്ടല്ലോ, യവനെപ്പോലൊരു ഉടായ്പ് വേറെ ഇല്ല എന്നുള്ളതാണ്. ജവഹർലാൽ നെഹ്റു യവൻ്റെ തലയ്ക്ക് ഓളമാണ്, യവനെ വല്ല മാനസികാശുപത്രിയിലും കൊണ്ടടയ്ക്കണം എന്ന് പറഞ്ഞതിൻ്റെ കൃത്യമായ രേഖകളുണ്ട്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ തന്തൈ പെരിയോറിനെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ വിജയ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ വലിയ രീതിയിലുള്ള ഹൈന്ദവ വിരുദ്ധത കാണിക്കും, അല്ലെങ്കിൽ വിജയ് എന്ത് ചെയ്യും, ഒരു വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഒന്നും അവിടെ വരുത്തില്ല. ദ്രാവിഡ മണ്ണിൽ ഊന്നി വിജയ് ഭരിക്കും എന്നൊക്കെ തന്നെയാണ് പല ആൾക്കാരും വിചാരിച്ചത്. പക്ഷേ വിജയ് അവിടെ പേഴ്സണൽ ജോത്സ്യനെ നിയോഗിച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് ജോത്സ്യൻ, മുഖ്യമന്ത്രി വിജയുടെ ജോത്സ്യന് OSD പദവി ലഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതോടുകൂടി തമിഴ്നാട് രാഷ്ട്രീയം ചൂടുപിടിച്ചു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം വിജയുടെ വിജയം പ്രവചിച്ചിരുന്നു. വിജയ് CM ആവും എന്നാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇയാൾ പറഞ്ഞിരുന്നത്. ഇയാളുടെ പേര് രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ എന്നാണ് ഇയാളുടെ പേര്. തമിഴ്നാട് ഗവർണർ ആദ്യം നിരസിച്ചതിനെ തുടർന്ന് സർക്കാർ രൂപീകരിക്കാനുള്ള വിജയുടെ അവകാശവാദം ഒടുവിൽ അംഗീകരിക്കപ്പെട്ടു. മെയ് 10 ഉച്ചകഴിഞ്ഞ് 3:45 സത്യപ്രതിജ്ഞാ ചടങ്ങിലുള്ള സമയം വിജയ് നേരത്തെ നിശ്ചയിച്ചിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജ്യോതിഷിയായിട്ടുള്ള രാധൻ പണ്ഡിറ്റ് വെട്രിവേലിൻ്റെ ഉപദേശപ്രകാരം ശുഭകരമായ ശുഭസൂചകമായ സമയം കണക്കിലെടുത്ത് രാവിലെ 10 മണിയിലേക്ക് അത് മാറ്റുകയായിരുന്നു. വിജയുടെ രാഷ്ട്രീയ യാത്ര ഓരോ ഘട്ടത്തിലും വെട്രിവേൽ ആ രാഷ്ട്രീയ യാത്രയിൽ വഴികാട്ടിയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹീസ് ആൻ ആസ്ട്രോളജർ. ആസ്ട്രോളജി, സനാതനധർമ്മം. മുഖ്യമന്ത്രിയുടെ OSD ആയി ജ്യോതിഷ് വെട്രിവേലിനെ നിയമിച്ചിട്ടുണ്ട്. വിജയ് മുഖ്യമന്ത്രിയായ ചുമതലയേറ്റ ഉടൻ അദ്ദേഹത്തെ ജ്യോതിഷിയായ വെട്രിവേലിൻ്റെ വിധിയും വെളിപ്പെട്ടു എന്നുള്ളതാണ്. വിജയ് മുഖ്യമന്ത്രിയായപ്പോൾ യവൻ്റെ തലവരെയും തെളിഞ്ഞു. ചൊവ്വാഴ്ച തമിഴ്നാട് സർക്കാരിൽ രാധൻ പണ്ഡിറ്റ് വെട്രിവേലിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയി നിയമിച്ചു. അതാണ് ആദ്യം പറഞ്ഞ OSD പൊളിറ്റിക്കൽ. അതായത് രാഷ്ട്രീയ കാര്യങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പ്രത്യേക ഉപദേശവും മാർഗ്ഗനിർദ്ദേശവും നൽകും. ഇപ്പോൾ വിജയ് ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്, നമുക്കിങ്ങനൊരു സ്ക്വാഡ് രൂപീകരിക്കുകയല്ലേ. അപ്പോൾ പറഞ്ഞേ ജോത്സി എടുത്ത് കബഡിയൊക്കെ നിർത്തിയിട്ട് ഈ കാ ഷൂ ഒക്കെ നിരത്തി വെച്ചിട്ട് ഈ കാ ഷൂവും ഈ ഷൂ കായും എല്ലാം കൂടെ ഇതുമായിട്ട് ചേരുന്നതെന്നൊക്കെ നോക്കിയിട്ട് ജോത്സ്യം പറയും, അങ്ങോട്ട് ചെയ്യുക, 100% ഫലമായിരിക്കും എന്ന് ജോത്സ്യൻ പറയുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ വിജയ് നിർദ്ദേശം കൊടുക്കും. സത്യം പറഞ്ഞാൽ ജോത്സ്യനാണ് അവിടെ ഭരിക്കാൻ പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, സുഡാപ്പികൾ പറയുന്നതാണ്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിജയുടെ വിജയം കൃത്യമായി പ്രവചിച്ചിരുന്ന തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന ആത്മീയ വഴികാട്ടിയാണ് വെട്രിവേൽ എന്ന് പറയുന്ന ഇയാൾ. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വിജയ് ആദ്യമായിട്ട് ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് വിജയ് എന്ന്. അല്ല, ജയലളിത ഉൾപ്പെടെ നിരവധി പ്രമുഖർക്ക് ഇയാൾ മാർഗദർശിയായിരുന്നു. ജ്യോതിഷ രംഗത്ത് 4 പതിറ്റാണ്ടിൻ്റെ പരിചയമുള്ള വെട്രിവേൽ ജയലളിതയെ പോലുള്ള നിരവധി വലിയ രാഷ്ട്രീയക്കാരുമായി കൂടിയാലോചന നടത്തിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പോരാത്തതിന് മുൻ മുഖ്യമന്ത്രി ജയലളിതയും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വെട്രിവേലുമായി കൂടിയാലോചന നടത്തിയിരുന്നുവെന്ന് പറയപ്പെടുന്നു. 2008 ഡൽഹിയിലേക്ക് താമസം മാറിയ ശേഷം അദ്ദേഹം തൻ്റെ പേര് വെട്രിവേൽ എന്നുള്ളത് മാറ്റി രാധൻ പണ്ഡിറ്റ് എന്നാക്കി. RA ജപ്പാൻ, അതായത് രായപ്പൻ എന്നുള്ളത് RA ജപ്പാൻ എന്നൊക്കെ നമ്മൾ മാറ്റുന്നത് പോലെ ഇയാൾ വെട്രിവേൽ ഒരു ഗുമ്മില്ല വടിവേലു എന്നൊക്കെ പറയുന്ന പോലെ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, രാധൻ പണ്ഡിറ്റ് എന്ന് മാറ്റി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അവിടെ BJP, കോൺഗ്രസ്, DMK, AIADMK നേതാക്കൾ അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റുകളായി മാറി അങ്ങ് ഡൽഹിയിൽ എന്നാണ് പറയപ്പെടുന്നത്. രാഷ്ട്രീയത്തിൽ വിജയുടെ ജാതകത്തെ ഇയാൾ ഗണിച്ച് പറഞ്ഞിരിക്കുന്നത് സുനാമി പോലുള്ള ജാതകമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുനാമി പോലെ ഇത് ആഞ്ഞടിക്കും. ഇനി സുനാമി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മൊത്തം നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഇനി അതുപോലെയാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും സുനാമി പോലുള്ള ശക്തിയാണ് വിജയ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇയാളുടെ ഈ ജാതകത്തിൻ്റെ ഈ ഒരു സെറ്റപ്പൊക്കെ കണ്ടിട്ട് വിജയ് ഇയാളെ പിടിച്ച് ഒക്കത്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും TVKയുടെ അതിശയിപ്പിക്കുന്ന വിജയവും സർക്കാർ രൂപീകരണവും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിപ്ലവവും തന്നെ ആയി മാറിയിരിക്കുകയാണ്. വിജയുടെ പാർട്ടിയായിട്ടുള്ള തമിഴക വെട്രിക്കഴകം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 108 സീറ്റുകൾ നേടി. ഭൂരിപക്ഷം നേടാൻ വിജയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലും കോൺഗ്രസ്, VCK ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളുടെ പിന്തുണയോടെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിൽ വിജയിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലെല്ലാം ഇയാളുടെ പ്രവചനത്തിൻ്റെ ഒരു പങ്കുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും അങ്ങനെ പ്രവചന വീരനായിട്ടുള്ള നമ്മുടെ രാധൻ പണ്ഡിറ്റ് ഇനി പറയും വിജയ് എന്ത് ചെയ്യണം, വിജയ് ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ മുന്നോട്ട് പോകണോ വെള്ളം കണ്ടാൽ ചാടണോ എന്നൊക്കെ രാധൻ പണ്ഡിറ്റ് തീരുമാനിക്കും. അപ്പോൾ ഓക്കെ.